ഹലോ ഗായ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് രാവിലെ നല്ല നേരിയ പത്തിരിയും പിന്നെ അതിലേക്ക് സോയാബീൻ്റെ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ റെസിപ്പി കാണിച്ചു തരാം. വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ പത്തിരിപ്പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക, പിന്നെ തക്കാളി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയിലയും കൂടി അരിഞ്ഞിതാ ഇതുപോലെ നുറുക്കി വെക്കുക. ഗ്യാസ് അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കുക്കർ ഇറക്കി വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചെടുക്കുക. കുക്കർ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഉള്ളി, തക്കാളി, കറിവേപ്പില, അങ്ങനെ ഇലകൾ, അതിലെല്ലാം ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി വാട്ടി കൊടുക്കുക. നല്ല വഴന്ന് വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും എല്ലാം ഇട്ടിട്ട് പിന്നെ മീറ്റ് മസാല കേട്ടോ, ബീഫ് മസാലയും ഇടും അതിലേക്ക്. അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുക. എന്നിട്ട് ഈ പച്ച മണം ഒന്ന് മാറുന്ന വരെ വാട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മളെ സോയാബീൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിഴിഞ്ഞെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് അവിടെ വേവിക്കാൻ വേണ്ടി വെക്കുക. നമുക്ക് വേണ്ടി എത്ര വെള്ളവും മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് 2-3 വിസിൽ കഴിഞ്ഞാൽ അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ പാർന്ന് കൊടുക്കുക. എന്നിട്ട് അരച്ച് വെച്ച തേങ്ങ പാർന്നിട്ട് കുറച്ചധികം മല്ലിയിലയും കൂടി അതിലേക്ക് അരിഞ്ഞിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സോയാബീൻ്റെ കറി റെഡിയായി. എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പത്തിരി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഈ പത്തിരി നല്ലോണം കുഴച്ച് പരത്തിയ മാവ് ചുട്ടെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ അടിപൊളി പത്തിരിയും കറിയും ഇതാ ഇവിടെ റെഡി ആയിക്കുന്നത്. ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.